ഇതാരാന്നറിയോ? ഞാൻ ആരാന്നറിയോ? തിരിച്ചിട്ടില്ല. നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിക്കോ നീ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. ഇതുവരെ വാങ്ങിയ സ്ഥലം ആര് വാങ്ങിയ സ്ഥലം? എന്റെ ഉമ്മാക്ക് സ്വീകരണം വാങ്ങിച്ചു കൊടുത്ത സ്ഥലം. നീ ഏതടി വേശി? ഇറങ്ങിപ്പോടി. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ വേശിയാണ്. ഇറങ്ങിക്കോ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് അടിക്കാനും ബെല്ലടിക്കാനും മറക്കരുത്. ഇവിടെ ഒരു കുടുംബ പ്രശ്നമാണ് സുഹൃത്തുക്കളെ. ഇതിൽ നിങ്ങൾ തന്നെ ഒരു പരിഹാരം പറ. ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരവും കാണാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ തന്നെ പരിഹാരം പറയണം. 18 വർഷത്തോളം പ്രവാസിയായി ജീവിച്ച അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി നാട്ടിൽ വന്ന സമയത്ത് ഒരു ആക്സിഡന്റിൽ തന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. അതുപോലെ മകൾ കോമയിലായിരുന്നു. ആ മകളാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ട മകൾ. ഇപ്പം കോമയൊക്കെ മാറി അൺകോമയായി സെറ്റായിട്ട് നിൽപ്പുണ്ട്. എന്നാൽ കോമയൊക്കെ മാറി മകളൊന്ന് സെറ്റായി അത്യാവശ്യം സെറ്റപ്പായപ്പോൾ മകളെ കെട്ടിച്ചു വിട്ടു. മകളെ കെട്ടിച്ചു വിട്ടതിന് ശേഷം ഈ അബൂബക്കർ ഒരു കല്യാണം ഒന്ന് കഴിച്ചായിരുന്നു. ആ കല്യാണം കഴിച്ചപ്പോൾ മകൾക്ക് അങ്ങ് കുരുപൊട്ടി നിൽക്കുകയാണ്. ഇതിന്റെ വാസ്തവം സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അബൂബക്കറിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാവും. എന്നാൽ ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. എന്നാൽ മകളുടെ ഭാഗത്ത് എക്സ്പ്ലനേഷൻ ഇല്ല. പകരം തള്ളക്കി വിളിയും പൂരം മാത്രമേ കാണുന്നുള്ളൂ. എന്നാലും ഞാൻ അത് അംഗീകരിക്കുന്നില്ല. സ്വന്തം അപ്പനെയൊക്കെ ഇത്രയും പച്ചത്തെറി വിളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മകളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിലും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. നമുക്കങ്ങനെ മൊത്തത്തൊന്ന് നോക്കാം. ആദ്യം ഐശ്വര്യമായിട്ട് മകളുടെ തെറിവിളി ഇന്ന് തന്നെ തുടങ്ങാം. ഇതാരാന്നറിയോ? ഞാൻ ആരാന്നറിയോ? തിരിച്ചിട്ടില്ല. നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിക്കോ നീ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. ഇതുവരെ വാങ്ങിയ സ്ഥലം ആര് വാങ്ങിയ സ്ഥലം? എന്റെ ഉമ്മാക്ക് സ്വീകരണം വാങ്ങിച്ചു കൊടുത്ത സ്ഥലം. നീ ഏതടി വേശി? ഇറങ്ങിപ്പോടി. രണ്ടാനമ്മയാണ് മകളായ മകൾ ഇങ്ങനെ വിളിക്കുന്നത്. പിന്നെ ഭർത്താവ് അവിടെ സൈഡിൽ കൂടി നടക്കുന്നുണ്ട്, കൊച്ചു തോളിൽ കിടക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. രണ്ടാനമ്മയെ തെറി വിളിക്കുന്ന ഫയറാണ് മകൾ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇവര് ലീഗലി കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. അതായത് അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി ലീഗലി ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മകൾ കയറിയിട്ട് ഇങ്ങനെ തർക്കിക്കേണ്ട കാര്യവുമില്ല. ഒരു തേങ്ങയ്ക്കുള്ള വകുപ്പും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ തർക്കിക്കാം. വല്ലവളെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് കയറ്റി കഴിഞ്ഞാൽ മകൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും നല്ല ഒന്നാം തരം ചോദ്യമാണ് ചോദിക്കുന്നത്. ഗുണ്ട ബിനു കണ്ണങ്കര കോളനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ സെറ്റപ്പിൽ നിന്നിട്ടാണ് മകള് ചോദിക്കുന്നത്. ആ ആടി 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 വെട്ടു കുത്ത് കൊലപാതകം ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് പറച്ചിൽ കേട്ടിട്ട് ഈ മകൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. ഏത് വകുപ്പാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശ്രമമാണ്. പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, വെട്ടി തീർത്ത് കളയുന്നു. അതുകൊണ്ട് വധശ്രമത്തിനെതിരെ മകൾക്കെതിരെ കേസ് കൊടുക്കാൻ ഈ അച്ഛനും ആ ഉമ്മാക്കും പറ്റുമെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പിന്നെ രണ്ടാം ഉമ്മ ആയതുകൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ ഒരു രീതിയിലും തോന്നുന്നില്ല. അതിന്റെ മറുപുറം ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ വസ്തുവിന്റെ ഷെയർ പോവും. അതായത് വീടും പുരയിടത്തിന്റെ ഒക്കെ ഷെയർ പോകും. ഇനി ഇവർക്കൊരു കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു പോകും. ആ ഒരു സ്ഥിതിയും ഞാൻ ഇവിടെ ചിന്തിക്കാതെ ഇല്ല. അതുകൊണ്ട് മൊത്തത്തിൽ എനിക്കൊരു കാൽക്കുലേഷനിൽ നോക്കുമ്പോൾ എവിടെയോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ആരുടെയെങ്കിലും ഒക്കെ എക്സ്പ്ലനേഷൻ വരട്ടെ. മകൾ എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ ഇടണം. ഇത്രയും തെറി വിളിച്ച് നിങ്ങൾ മാന്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇടുന്നത് വളരെ വ്യക്തമായിരിക്കും. അപ്പന്റെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തുറന്നു പറയണമുള്ള കാര്യം ഞാൻ പറയാം. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ ദേഷ്യം. ഇറങ്ങിക്കോ. ഈ നാട്ടുകാരെ കേൾപ്പിക്കാനുണ്ട് നോക്കണ ആൾക്കാർ. ഇങ്ങനെയുള്ള സംഗതി ഇല്ലാത്ത നല്ലത്. പിള്ളേരെ നയിക്കോ. പിള്ളേരെ നിൽക്കാതെ നോക്കണം. എനിക്കൊരു പേടിയില്ല. ആപത്തിരിക്കാട്ടാ വെട്ടിയിൽ പീസാക്കി ഞാൻ. എനിക്ക് ഒരു പേടിയില്ല. നീ മൂടാ ഇറങ്ങടി കടകെട്ടവളെ. കടകെട്ടവളെ? അതെ അത് കെട്ടവളെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. എന്തായാലും താങ്ക്സ് ടു ട്രാൻസ്ലേറ്റ് ദിസ് തെറി ടു മീ. കാരണം ഞാൻ ആരെങ്കിലും വിളിക്കുമ്പോൾ വിളിക്കാമല്ലോ, കടകെട്ടവളെ കടകെട്ടവനെ എന്നൊക്കെ പറഞ്ഞ് നമുക്കും വിളിക്കാമല്ലോ. പുതിയൊരു സാധനമാണ്. കേട്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ ഭർത്താവ് ആണെന്ന് തോന്നുന്നു ഈ സ്ത്രീയുടെ, അതായത് മകളുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. ബാക്കിൽ ഫോണൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കണം. രാജുബായി കണക്കിന് അങ്ങും ഇങ്ങും നടക്കുകയാണ്. ഒന്നും പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കേണ്ട കാര്യമില്ല. ഭാര്യ തന്നെ ചേർത്ത് പ്രതികരിക്കുന്നുണ്ട്. വസ്തു ആയിരിക്കണം ഒരു വിഷയം എന്ന് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക. നോക്കാം. എന്റെ കെട്ടിന്റെ പേര് കൊണ്ട് നീ കേസ് കൊടുത്താ? നീ ആരായിട്ടാടി? ഇറങ്ങടി. ആരെ ഉണ്ടാക്കണേ? റേഷൻ കാർഡ് മാറ്റാൻ കൊടുക്കണ അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ. റേഷൻ കെട്ടിൽ പേര് മാറ്റാൻ പോയെന്ന് തോന്നുന്നു ഈ അബൂബക്കർ അങ്കിള്. അതായിരിക്കും മോക്ക് ഇത്രയും കൂടുതൽ പൊട്ടിയത്. അരിയുടെ ഷെയറവും മനസ്സിലായ? ഇനി കിട്ടണ അരിയിലും അങ്ങോട്ടും ഷെയറുമല്ലോ. അതായിരിക്കും മേ ബി ഒരു കാരണം. പക്ഷേ അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി 18 വർഷത്തോളം പ്രവാസിയായി ജീവിക്കുകയും നാട്ടിൽ വന്ന സമയത്താണ് ആക്സിഡന്റിൽ സ്വന്തം വൈഫ് മരണപ്പെടുന്നത്. അതിനുശേഷം കോമയിലായിരുന്ന മകളെ ചികിത്സിച്ച് മകളൊരു സെറ്റായതിനു ശേഷം മകളെ കെട്ടിച്ചു വിട്ടതിനു ശേഷം അങ്ങേര് കെട്ടാതിരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇനി ഈ മക്കൾ അങ്ങേരെ നോക്കൂ? ഒരു പൊടി പോലും നോക്കത്തില്ല. ഇങ്ങനെ ഒരു സാധനം തന്നെ കണ്ടപ്പോൾ എനിക്ക് തികഞ്ഞു. ഇനി അങ്ങേരെ നോക്കാൻ പോകുന്നില്ല. എന്തായാലും വയസ്സാങ്കടുത്ത് അങ്ങേർക്ക് ഒരു കമ്പാൻഷിപ്പ് വേണമെന്ന് തോന്നിയെങ്കിൽ എനിക്കതിൽ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല.
പിന്നെ ഇനി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. അതാണ് ഞാനൊരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മോളത്ര വെടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. മകൾ പറയുന്നത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. കഴിഞ്ഞു വന്നല്ലേ നമ്മള് വേശ്യൊന്നല്ല ഇനി. നീ ദേശീയടി നീ മിണ്ടണ്ട. ഇയാള് ഏതൊക്കെ പെണ്ണുങ്ങളുടെ പരസ്യം എന്നാണ് നിനക്കറിയോ? ഇവിടെ കള്ളം കുടിച്ച് എത്ര പെണ്ണുങ്ങളെ താമസിച്ചു നിനക്കറിയോ? എനിക്ക് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ ദേഷ്യം ഇറങ്ങിക്കോ. ഷാറെ പെട്ടെന്ന് വരണം. ഭയങ്കര പ്രശ്നം. വിളിച്ചിട്ട് കിട്ടണില്ല. എടി നീ വിട്ടോ ആളെ, നീ ആളെ വിട്ടോ. ഇവളെ അടിച്ച് ഞാൻ പുറത്താവണം. വാക്കത്തിട്ട് വെട്ടുങ്ങ, എനിക്ക് ഒരു പേടിയില്ല. ആ ചെറുക്കന് സൈഡിൽ ഒരു കസേരയുള്ള ഇട്ടു. അവൻ ബാക്കിൽ നിന്ന് ചൊറിഞ്ഞൊറിഞ്ഞൊക്കെ നിൽക്കുന്നു. ഹെയർ സ്റ്റൈലൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആരെങ്കിലും ഒരു കസേര ഇട്ട് കൊടുത്ത് അവിടെ സൈഡിൽ ഇരുന്നേനെ. ഒരു കാര്യമില്ല, ചുമ്മാ ഡമ്മിയായിട്ട് നിന്ന് നടക്കുകയാണ്. വാക്കത്തി ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞ എന്നാണ് മകൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ വധശ്രമത്തിന് കേസ് കൊടുക്കാനുള്ള വകുപ്പ് മോള് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ മോള് കുറച്ചൊന്ന് കയറി ഇറങ്ങി വേർത്തിട്ടേ തിരിച്ച് വരത്തുള്ളൂ. ഇനി അങ്ങനെ കേസ് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കൊടുത്താൽ മോളൊന്ന് ഇറക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം. അളിയനെ കാണാനില്ലല്ലോ. അളിയെ അവിടെ പോയി എനിക്ക് എണ്ണം തോന്നുന്നു. ചൊറിഞ്ഞൊറിഞ്ഞ് നടക്കുന്നത്. ഇത്രയും ചൊറിച്ചിൽ എവിടെ നിന്ന് വന്നേ എന്താ? ഇതെല്ലാം കൊള്ളാം. മോള് ഫയറാണ് കേട്ടാ. പുഷ്പണ്ണ ഫയർ അന്തമാതിരി ഫയറാണ് മോള്. കൊള്ളാം. ഇനി ഇതിന് താഴെ 1-2 കമന്റ്സ് വന്നിട്ടുണ്ട്. അത് മോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അതൊന്ന് വായിക്കാം. Those who don't know the fact don't comment negative. This daughter and her mother met with an accident and her mother died on the spot itself while the daughter was in coma state and her father didn't ask about her condition. This guy spent his most life in GCC, didn't even contacted his wife and daughter. It's her mother who built that home by doing some work and help from others and her mother family. അതായത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കോമയിലും ആക്സിഡന്റ് ആയിട്ടൊക്കെ കിടന്ന സമയത്ത് ആ അമ്മ സ്പോട്ടിൽ മരിച്ചു. ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങേരെ പാട് നോക്കി നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു കമന്റിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊരു കമന്റ് ഇടാൻ ആർക്കും സാധിക്കും. ചിലപ്പോൾ ഇവര് തന്നെ ഉണ്ടാക്കിയിട്ടതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു കമന്റ് അതിൽ വന്നിട്ടുണ്ട്. എന്തായാലും വോട്ടവർ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷൻസ് എന്തായാലും ഉണ്ടാകും. ഇതിൽ കമന്റ് ഇടുന്നവർ ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് ഈ തന്ത എന്ന സിനിമയിലെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കറിയണമെങ്കിൽ തടിയിട്ട പറമ്പ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ തന്ത എന്ന പേരുള്ള സലീമിന്റെ യഥാർത്ഥ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കണമെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതല്ലേ ഇതിന്റെ യഥാർത്ഥ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അത്രയ്ക്ക് തടികെട്ടിയ പോലീസിൽ സ്റ്റേഷനിൽ കേസുണ്ടെങ്കിൽ ആ കേസ് എന്താണെന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമാവുമായിരുന്നു. നിങ്ങളൊന്നും ഇനിയിപ്പോൾ അവിടെ അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് അന്വേഷിക്കാൻ പോകും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ മോൾ ഇത്രയും കന്നന്തിരിവൊക്കെ കാണിച്ച് കൂട്ടിയ സമയത്ത് അബൂബക്കർക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ വൈഫിനെയും കൊണ്ടിട്ട്. വീഡിയോ കണ്ട സമയത്ത് അങ്ങേർക്ക് വലിയ പ്രായമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങേര് മേ ബി ഒരു കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് തെറ്റും തോന്നുന്നില്ല. പ്രായം ആയാലും കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കമ്പാനിയൻഷിപ്പ് ആവശ്യമാണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അവർക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്ക് കല്യാണം കഴിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിന് ഒരു മോളും ഇങ്ങനെ കയറി എതിർക്കേണ്ട കാര്യമില്ല. ഇനി എതിർത്തതിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് അറിയത്തില്ല. മറിച്ച് വസ്തു പോകും അല്ലെങ്കിൽ സ്വത്ത് പോകും എന്നുള്ള സാധനമാണെങ്കിൽ മോളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അബൂബക്കറിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഞാൻ 18 വർഷമായിട്ട് ദോഹ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 4 വർഷം മുമ്പ് എന്റെ ഭാര്യ ഒരു ആക്സിഡന്റ് മരണപ്പെട്ടു. 18 വർഷം പ്രവാസിയായിട്ട് വർക്ക് ചെയ്യുകയും എന്നാൽ 4 വർഷം മുന്നേ ഇയാളുടെ വൈഫ് മരിച്ചുപോയി. ആ ആക്സിഡന്റിൽ കൂടിയാണ് മകൾക്കും ആക്സിഡന്റ് ആയി. മകൾ കോമയിൽ നിന്നും വന്ന് മാറിയപ്പോൾ മകളെ കെട്ടിച്ചു വിട്ടു. അടുത്ത് അങ്ങേരൊന്ന് കെട്ടി. തെറ്റായിട്ട് തോന്നുന്നില്ല. കമ്പാനിയൻഷിപ്പ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഒരുപാട് പ്രാവശ്യം എറണാകുളം ജില്ലയിലെ തടിയിട്ട് പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷെ നമുക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് അവരത് തള്ളി കളയാണ്. അതായത് ഇവര് കേസ് കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ തടിപ്പറമ്പിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഒരു കമന്റിൽ കണ്ടോ തടിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറിച്ചുള്ള കേസുകളോട് അറിയാമെന്നാണ് പറഞ്ഞത്. ഏതാണ് വിശ്വസിക്കുക? കേസ് ആര് കൊടുത്തു കാണും? എന്തായാലും ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാധീനം ചെലുത്താനുള്ള സെറ്റപ്പ് ഒന്നും അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല, മകൾക്കും മരുമോനും. കാരണം മരുമോൻ ഇങ്ങനെ കോതി നടക്കാനേ അറിയത്തുള്ളൂ. അവന് വാവറോ മിണ്ടാ അറിയത്തില്ല. അവൻ അങ്ങനെ നടക്കുവാണ്. മോളാണ് ചേർത്ത് എല്ലാം കൂടി വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്ന. നല്ല പോലെ ഫയർ ചെയ്യുന്നുണ്ട്. പുതിയ വെറൈറ്റി തെറിയൊക്കെ വിളിച്ചാണ് മോള് നിൽക്കുന്നത്. വളരെ കഴിവുള്ള കുട്ടിയാണ്. സീരിയലിലൊക്കെ ചാൻസ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. കാരണം സീരിയൽ ഇതുപോലെ തള്ളക്കുള്ളിയുടെ പൂരമുള്ള ടീംസിനെയൊക്കെ അല്ലേ എടുക്കുന്നത്. ചാൻസ് നോക്കാമായിരുന്നു വേണമെങ്കിൽ. ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ല. എനിക്ക് ആൾക്കാരുമായിട്ട് വലിയ ഇതില്ല. ഞാൻ ഗൾഫിലായതുകൊണ്ട് 18 വർഷം ഗൾഫിലായതുകൊണ്ട് ആരുമായിട്ട് എനിക്ക് ബന്ധങ്ങൾ കുറവാണ്. അപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല.
അപ്പോൾ പരാതി കൊടുക്കാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ വീടില്ല, 5 സെന്റ് സ്ഥലവും വീട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. മരുമകൻ വേണം, പുള്ളിക്ക് വേണമെന്നതാണ്. എനിക്ക് വേറെ വീടുണ്ട്, ഞാൻ കൊടുത്തേനെ, പക്ഷെ വീടില്ല. വേറെ വെച്ചാൽ വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക, എൻ്റെ ഗേറ്റ് തല്ലി പൊട്ടിച്ച് കളയുക, പിന്നെ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയത്, അതൊക്കെ ചവിട്ടി പൊളിച്ച് കളഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഒരു ഇതാണ് ഈ ബ്ലോക്ക് വന്ന് ഇപ്പോൾ 2 ലക്ഷം രൂപ എൻ്റെ ഹോസ്പിറ്റലായി. ഞാൻ ആകെ ടയറാണ്. എനിക്ക് മകള് ഭയങ്കര പ്രശ്നം. അതിപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം സാർ. എന്നെ പോലും വീട്ടിൽ കെട്ടുന്നില്ല. അപ്പൊ എന്നെ ഒരുപാട് അസഭ്യങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, തിരിച്ചുപോയി, വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്നപ്പാണ് പത്ത് മണിയാകുമ്പോൾ അവള് വന്ന് പിന്നെ വാതിൽ ചവിട്ടി അവള് പൊളിക്കാൻ നിന്നു. പിന്നെ വാതിൽ കുറച്ചൊരു ഇതായിട്ടുണ്ട്, തള്ളി കളിക്കുന്നുണ്ട്. അപ്പൊ കാക്ക വാതിൽ തുറന്നോളെ ആത്ത് കയറി കെടുക്കടി പുറത്ത് എന്നോട് ആരവിടെ കെടുക്കാൻ ദേഷ്യാണ് നീ പറയാൻ, എന്റെ മുടി പിടിച്ച് എന്നെ മാന്തി, എന്റെ കൈ പിടിച്ചൊടിച്ച്, എനിക്ക് നല്ല വേദന ഉണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ ഞാന് അവളോട് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു വന്നാണ്, ഇസ്ലാം നിയമപ്രകാരം ഞാൻ കല്യാണം കഴിച്ചു 24/2/2024 കല്യാണം കഴിച്ചാണ് നിയമപ്രകാരം. ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്. വന്ന് ഞാനൊരു വേശ്യായിട്ടല്ല വന്നത്, ഓളിനെ വേശ്യാന്ന് എന്നെ വിളിച്ചത്, ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. നിയമപരമായിട്ട് ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ മകൾക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു റൈറ്റ്സും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിന് ഇപ്പൊ ആ മകള് കെട്ടി അവളുടെ കുടുംബവും കുഞ്ഞുമായിട്ടൊക്കെ അടിപൊളിയായിട്ട് പോകുന്നത്, കോതി നടക്കുന്ന ഭർത്താവും ഉണ്ട്. ഇനി അവളുടെ ചെടുപ്പടിക്ക് ഒത്തു നിൽക്കുന്ന ഒരു ഭർത്താവ് തന്നെന്നാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ അവരങ്ങനെ ജീവിക്കട്ടെ. ഈ അപ്പനെ വയസ്സാങ്കാലത്ത് ആര് നോക്കും? ഈ പച്ചത്തെറി വിളിച്ച മകള് നോക്കുമെന്ന് എനിക്ക് 1% പോലും ഉറപ്പില്ല. അതുകൊണ്ട് അങ്ങേരെ ഒരു പെണ്ണ് കെട്ടിയാൽ ഒരു തെറ്റുമില്ല, അവർ തമ്മിൽ ജീവിക്കട്ടെ. വയസ്സാങ്കാലത്ത് അവർക്ക് ഇനി കൂട്ടുവേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ, അതിന് തെറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങേര് വേറെ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വരും, കള്ളു കുടിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് മകള് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷേ ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവർക്ക് ഇതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വത്ത് ഷെയർ പോകും, അത് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിന്റെ മറുപുറം നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടാൽ കൊള്ളാം, കണ്ടില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്തൊരു പിള്ളേരെ നിങ്ങൾ കാണിക്കുന്നത്. സ്വന്തം അപ്പൻ ഒരു പെണ്ണ് കെട്ടിയെന്ന് വെച്ചിട്ട് ഒരു തെറ്റും കാണുന്നില്ല. അത് ഓള ഭാര്യയെ കൊണ്ട് കളയുക, അല്ലെങ്കിൽ അവളെ ചതിക്കുകയോ അവളെ എന്തെങ്കിലും കൊല്ലുകയോ ഒന്നും അല്ലല്ലോ ചെയ്ത. ആക്സിഡന്റിൽ മരിച്ചുപോയി, അതിനുശേഷം ഒരു 4 വർഷം കഴിഞ്ഞ് നിന്നെയും കെട്ടിച്ച് വിട്ടതിന് ശേഷം അങ്ങനെ ഒരു പെണ്ണ് കെട്ടിയതിൽ എനിക്കൊരു തെറ്റുമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ ഒരു തെറ്റായിട്ട് കണ്ടും കൊണ്ട് സ്വത്തിന്റെ ഷെയർ പോകുമെന്ന് ചിന്തിച്ചാണ് മകളെ നീ മാറുന്നതെങ്കിൽ അറിയത്തില്ല നിന്നെന്ത് പറയണമെന്ന് പറഞ്ഞാൽ കൂടിപ്പോവും. ഭർത്താവണ്ണോ മുടി കോതൊക്കെ ഒന്ന് നിർത്തിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് റെസ്റ്റ് എടുത്ത് 2 വർത്തമാനം കേൾക്കട്ടെ, ഒരു കൊതി കൊണ്ട് പറഞ്ഞതാ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊക്കെ അഭിപ്രായമായി രേഖപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.